ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് തന്നെ അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിൻ്റെയാണ് കേട്ടോ. പിന്നെ ചിക്കനോ ബീഫോ ഒന്നുമില്ലാതെയാണ് നമ്മൾ ഈ ഒരു പലഹാരത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. എന്നാലും ഈ ഒരു ഫില്ലിങ്ങിന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പ്രത്യേക ഒരു ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നും പിന്നെ ഇതിലേക്ക് എന്തൊക്കെയാണ് ചേരുവകൾ വേണ്ടതെന്നും ഒക്കെ അറിയാനായിട്ട് നമുക്ക് വീഡിയോ മുഴുവനായിട്ട് തന്നെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ഈ പലഹാരം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു മിക്സിംഗ് ബൗളിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്ന രൂപത്തിലൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചപ്പാത്തി മാവിനേക്കാളും ഒന്ന് ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ അളവൊന്നും കൂടി പോവാതെ അല്പമായി വെള്ളം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ തന്നെ കുഴച്ചെടുത്തിട്ട് നല്ലൊരു ഡോ ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ചപ്പാത്തി മാവിനേക്കാളും ഒന്ന് ലൂസിലാക്കിയിട്ടാണ് കുഴച്ചെടുത്തുള്ളത്. നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇതിലേക്ക് ഒരല്പം ഓയിലും കൂടെ ആക്കി കൊടുത്ത് ഇടോ നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം, അതായത് നല്ല ജീരകം ചേർത്ത് നല്ലപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇതെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതെല്ലാം കൂടെ മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് 3 സവാള ചെറുതായിട്ട് കനം കുറച്ചിട്ട് ഈ ഒരു കട്ടിക്ക് അരിഞ്ഞെടുത്തിട്ട് അതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തതും പിന്നെ ഇതിലേക്ക് 2-3 പച്ചമുളക് ചെറുതായിട്ട് കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുത്തതും പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് വെന്ത് വരണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നല്ലപോലെ തന്നെ കുറച്ച് സമയം വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് സവാളയൊക്കെ നന്നായിട്ട് തന്നെ വാടിയിട്ട് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് 3/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ ചിക്കൻ മസാല. അപ്പോൾ ചിക്കൻ മസാല ഇല്ലെങ്കിൽ നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ. നല്ല ടേസ്റ്റിലൊരു ഫില്ലിങ് തന്നെയാണ്. അപ്പോൾ ഗരം മസാല എന്തായാലും ഒഴിവാക്കാതെ ചേർത്ത് കൊടുക്കാൻ നോക്കുക. ഇനി പൊടികളുടെയൊക്കെ പച്ചമണം മാറിയിട്ട് പൊടികളെല്ലാം നല്ലതുപോലെ ഒന്ന് മൂത്ത് വരണം. അപ്പോൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിച്ച് പോകും കേട്ടോ. അങ്ങനെ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. കടലപ്പൊടി സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. കടലപ്പൊടിയാണ് ഈ ഒരു പലഹാരത്തിൻ്റെ എടുത്ത് പറയാനുള്ള ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കടലപ്പൊടി ചേർത്ത് കൊടുത്ത സമയത്ത് ഇതിലേക്ക് അല്പം ഓയിൽ കുറവായി തോന്നിയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കൂടെ കടലമാവും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ നമുക്ക് ഈ ഫില്ലിങ് ഒന്ന് ഡ്രൈ ആക്കിയിട്ടെടുക്കാം. അങ്ങനെ കടലമാവും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് യോജിപ്പിച്ച് മിക്സാക്കി ഡ്രൈ ആക്കിയിട്ടുള്ള ഫില്ലിങ് ആക്കിയെടുക്കണം. അപ്പോൾ നല്ല പോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിലേക്ക് ഒരല്പം മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കിയിട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരത്തിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഡോയിൽ നിന്നും അല്പമായിട്ട് എടുത്തിട്ട് നമ്മൾ പൂരിക്കൊക്കെ പരത്തിയെടുക്കുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമുക്കിത് പ്രസ്സിൽ പരത്തിയെടുത്താലും മതി. ഇനി അതല്ലെങ്കിൽ നമുക്ക് പലകയിൽ അല്പം പൊടി വിതറിയിട്ട് ഇതേപോലെ ഒന്ന് പരത്തിയെടുത്താലും മതിയാവും. അപ്പോൾ കൂടുതൽ വട്ടത്തിലൊന്നും പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്താൽ മതിയാവും കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ഫില്ലിങ്ങിൽ നിന്നും 1-1.5 ടേബിൾ സ്പൂൺ ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സൈഡ് വശം ഇതേപോലെ സെൻറ്ററിലേക്ക് ആക്കി കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതും തിരിച്ച് പിടിച്ചിട്ട് ഈ ഒരു ഭാഗവും നല്ലപോലെ ഒന്ന് ഷേപ്പ് ആക്കിയിട്ട് എടുക്കുകയും ചെയ്യാം.
അപ്പോൾ ഇത്രയും സിമ്പിളാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഒന്ന് ആക്കിയിട്ടെടുക്കാം. ഇപ്പോൾ ഇതാ ഞാനിതെല്ലാതും തന്നെ ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാനായിട്ടുള്ള പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഒരുപാട് മുങ്ങിക്കിടക്കാൻ പാകത്തിലുള്ള ഓയിലൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട. നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാണ്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് കണ്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതിയാവും. അങ്ങനെ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഓയിലിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരുപാട് അങ്ങോട്ട് ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതിയാവും. അപ്പോൾ ഒരു ഭാഗം ഫ്രൈ ആയി വരുന്ന സമയത്തൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഈ ഒരു ഭാഗവും തന്നെ വേവിച്ചെടുക്കാം. പിന്നെ ഒരുപാട് സമയം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മളത് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ കുക്കായിട്ടൊക്കെ കിട്ടും. അതുകൊണ്ട് നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് ഫ്രൈ ആക്കി എടുത്താലും മതിയാവും. അപ്പോൾ ഇത് രണ്ട് ഭാഗവും നന്നായിട്ടൊന്ന് ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഓയിലിൽ നിന്നും മാറ്റാം. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. അപ്പോൾ നല്ല സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ഒരു പലഹാരം കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വൈകുന്നേരത്തേക്കായാലും രാവിലത്തേക്കായാലും ഒക്കെ കറികളൊന്നും ഇല്ലാതെ തന്നെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ഒരു പലഹാരം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുകയും ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു പലഹാരത്തിലേക്ക് സിമ്പിളായിട്ടുള്ള ഫില്ലിങ് ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ ഏതൊരാൾക്കും ഏതൊരു സമയത്തും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ളൊരു പലഹാരം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഫ്രണ്ട്സ് ആർ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണും വരെ ടേക്ക് കെയർ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.